ഹായ് ഹലോ, ഞാൻ ദിനി ശ്രീനി. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടുമല്ലോ, കൈക്കുത്തിയപ്പം എന്നും പറഞ്ഞുകൊണ്ട്. അതിട്ടപ്പോൾ അതിന് നല്ലൊരു ഇതുപോലെ എല്ലാവരും കമൻറ്റ് ചെയ്യും. ഒരു പഴയ നൊസ്റ്റാൾജിയ എന്നുള്ളതിലേക്ക് എല്ലാവരും അതിനെ ഏറ്റെടുത്തു കേട്ടോ. അപ്പോൾ ആ വീഡിയോയ്ക്ക് എല്ലാവർക്കും ഞാൻ നന്ദി പറയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ മെസ്സേജ് വരുന്നത്. ഞങ്ങൾ ലയങ്ങളിലാണ് താമസിച്ച്. നിങ്ങളെ ആവർത്തന വിരസത ഉണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷെ അതിവിടെ പറയാതെയും പറ്റൂല. ഞങ്ങൾ ലയങ്ങളിൽ താമസിച്ചവരാന്ന് പറഞ്ഞില്ല. ഞങ്ങൾ അത്രയും സമ്മർദ്ദങ്ങളിലൂടെയും അങ്ങനെ വളർന്ന മക്കൾ തന്നെയാണ്. അത് പറയുന്നതിൽ ഇപ്പോൾ ഒരു വിഷമമൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ, പറയാതെയും പറ്റില്ല. അപ്പം അങ്ങനെ ഞങ്ങൾ കുറേ കഷ്ടപ്പെട്ട് വളർന്നവർ തന്നെയാണ്. അമ്മമാര് ഞങ്ങളെ താങ്ങി നിർത്തുമ്പോൾ ഞങ്ങളുടെ കുറേ ഒട്ടുമുക്കാലും വിരലിലെണ്ണാവുന്ന അച്ഛന്മാര് മാത്രമാണ് നേരെ ചൊവ്വേ മക്കളെ നോക്കണതും ഒക്കെ ഉണ്ടായിട്ടുള്ളൂ. അവർക്ക് അവിടെ ലാവിഷായിട്ട് കിട്ടുന്ന സോമരസം ഉണ്ടായിരുന്നു. അത് കാരണം അവർ അതിൻ്റെ പിന്നാലെ ആയിരുന്നു. അത് അന്നത്തെ കാലത്തിൻ്റെ ഒരു പ്രത്യേകതയായിരിക്കും. എല്ലാം ഇഷ്ടം പോലെ ഇങ്ങനെ കിട്ടുന്ന ഒരു കാലം. അപ്പം അമ്മമാര് ഞങ്ങളെ വളർത്താനായിട്ട് കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആഴ്ചയിലും മാസത്തിലൊക്കെ കിട്ടുന്ന തുക തുച്ഛമായ വരുമാനമാണല്ലോ. അതുകൊണ്ട് കിട്ടിയത് എവിടെയൊക്കെ എത്തിക്കുമെന്ന് അവർക്ക് തന്നെ അറിയില്ല. അപ്പൊ ചിലപ്പോഴൊക്കെ ഞങ്ങള് ചെറിയ പട്ടിണിയുടെ അതിലും ചിലപ്പോൾ ഒരു നേരം കഴിക്കാൻ ഉണ്ടാവും. ചിലപ്പോ 4 മണി ഇന്ന് കിട്ടുന്ന കൂട്ട് 4 മണിക്ക് പലഹാരങ്ങളോ അങ്ങനെയൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഉണ്ടാക്കി തരുന്ന അപൂർവം ചില ദിവസങ്ങളിൽ ഉണ്ടാക്കി തരുന്ന ഇതാണ്. അപ്പൊ ആ മോള് ഞങ്ങളോടൊപ്പം വളർന്നവള് ഇന്നലെ എനിക്കൊരു മെസ്സേജ് ഇട്ടേക്കാണ് കരഞ്ഞുകൊണ്ട്. അതെന്നെ വല്ലാണ്ട് ഫീൽ ചെയ്യിച്ചു. എനിക്ക് ഇന്നലെ രാത്രി കിടന്നിട്ട് ഉറങ്ങാനും പറ്റിയിട്ടില്ല. ശരിയാണ്, അപ്പോഴാണ് ഞങ്ങൾ പഴയ കാലത്തിലേക്ക് പോയത്. അങ്ങോട്ട് കുറേ ചിന്തിച്ചു. ഞങ്ങൾ എന്തോരം കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങളുടെ മാതാപിതാക്കളാണെങ്കിലും ഞങ്ങളെ വളർത്തിയെടുത്തതെന്നുള്ള ഒരു ഇത് വന്നപ്പോൾ വല്ലാണ്ട് ആ കൊച്ചത്ര ഫീൽ ചെയ്തിട്ടാണ് ഇന്നലെ എനിക്ക് ആ മെസ്സേജ് ഇട്ടത്. എന്നിട്ട് അവൾ എന്നോട് പറഞ്ഞു, ചേച്ചി അത് ഉണ്ടാക്കി കണ്ടപ്പോൾ അമ്മമാര് അവളുടെ അമ്മയും അത് ഉണ്ടാക്കി കൊടുക്കണ ഒരു ഇത് പറഞ്ഞ് വൈകുന്നേരം വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കണതും അല്ലാത്ത സമയത്ത് ഉണ്ടാക്കി കൊടുക്കണ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കുറെ സങ്കടപ്പെട്ടു. അപ്പൊ എന്നോട് പറഞ്ഞു, ചേച്ചി നമ്മുടെ പഴയ ഒരു വിഭവം കൂടി ഉണ്ട്, അതും കൂടി ചേച്ചി ഉണ്ടാക്കി എനിക്ക് വേണ്ടി ഉണ്ടാക്കി കാണിക്കണം കേട്ടോ. അപ്പൊ അവള് പറഞ്ഞ ആ ഒരു വിഭവം ഇന്ന് പറയാം, അന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പൊ ആ വിഭവം ഉണ്ടാക്കണ്ട്. പിന്നെ വേറൊരു ചെറിയൊരു ഇതും കൂടി ഉണ്ട്. ഇതൊക്കെ അമ്മമാര് ഞങ്ങൾക്ക് ഒന്നുമില്ലാത്തപ്പോ എന്നുവെച്ചാൽ ഞങ്ങൾക്ക് വല്ലപ്പോഴും എന്തെങ്കിലും തരണ്ടേന്ന് വിചാരിച്ചും കൊണ്ട് ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ വിശന്നിരിക്കുന്ന സമയത്തും ഒക്കെ ചെയ്തു തരുന്ന ഒരു ഇതാണ്. വീട്ടിലെന്തോ ഉള്ളതെന്ന് വെച്ചാൽ അത് വെച്ച് ഓരോ നാടുകളിൽ നിന്ന് വന്നവരായതുകൊണ്ട് ഓരോ നാടിന്റെ രുചികളും എല്ലാം അറിയാം അവർക്ക്. എന്ന് വെച്ചാൽ ഓരോരുത്തർ ഇങ്ങനെ പകർന്നു പറയുമല്ലോ, അവരുടെ നാട്ടിൽ ഇങ്ങനെയായിരുന്നു, ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയായിരുന്നു എന്നുള്ളത്. അപ്പൊ ഒരു പങ്കജാക്ഷി എന്ന് പറഞ്ഞ ചേച്ചി ഉണ്ടായിരുന്നു. അപ്പൊ ആ പങ്കജാക്ഷി ചേച്ചി അമ്മ പങ്കാക്ഷി എന്നാണ് വിളിക്കണേ. അപ്പൊ നമ്മളിങ്ങനെ വിഷമിച്ചൊക്കെ ഇരിക്കുന്ന സമയങ്ങളിലും ബുദ്ധിമുട്ടുള്ള സമയങ്ങളിലും പുള്ളിക്കാരത്തി അന്ന് കാലത്തൊക്കെ ഒറ്റയ്ക്കായിരുന്നു താമസിച്ചത്. വൈകി കല്യാണം കഴിഞ്ഞ് ഒരു മോളുണ്ടായിരുന്നു. ഇപ്പൊ ചേച്ചി നമ്മളെ വിട്ടു പോയി. അപ്പൊ ആ ചേച്ചിയുടെ ഒരു ഓർമ്മയ്ക്കും കൂടിയായിട്ട് എൻ്റെ അമ്മ ഞങ്ങൾക്ക് ഉണ്ടാക്കി, ആ ചേച്ചി പറഞ്ഞിട്ട് ഉണ്ടാക്കി തന്ന ഡിഷ് ഇന്നലെ എന്നെ അമ്മ ഓർമ്മിപ്പിച്ചു. ഞാൻ ഈ കുട്ടിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു തന്നൊരിതാണ്. ഞങ്ങൾക്ക് അമ്മ ഉണ്ടാക്കി തന്നതായിരിക്കും എൻ്റെ അനിയനും. ആ ഒരു ഇതും കൂടെ ഞാനിന്ന് ഉണ്ടാക്കണം കേട്ടോ. പങ്കിജാക്ഷി ചേച്ചിയുടെ ഓർമ്മയ്ക്ക് മുന്നിലും ഞങ്ങൾ ഇത് സമർപ്പിക്കുന്നു. പങ്കജാക്ഷി ചേച്ചിയുടെ റെസിപ്പിയാണ് പപ്പടം ചുട്ടാണ്, വറക്കല്ല. പപ്പടം കനലിൽ ചുട്ടെടുക്കൂലോ, കനലിൽ ചുട്ടെടുത്തിട്ട് തേങ്ങ ഉണ്ടെങ്കിൽ തേങ്ങാന്ന്, പഞ്ചസാരയും അത്രേ ഉള്ളൂ. പഞ്ചസാര ഉണ്ടെങ്കിലും പിന്നെ ഇത് പറയുമ്പോൾ പറയാതിരിക്കാൻ വേണ്ടി നമുക്ക് പങ്കജാക്ഷി ചേച്ചിനെ ഒരു കാരണവശാലും മറക്കാൻ പറ്റൂല. പങ്കജാക്ഷി ചേച്ചി ഞങ്ങൾക്ക് അപ്പുറത്തെ കടയിൽ പോയിട്ട് 100 പഞ്ചസാര ആയിരിക്കും വാങ്ങിച്ചുകൊണ്ടേ തന്നത്. അപ്പൊ നമ്മുടെ ബുദ്ധിമുട്ട് കാണുമ്പോൾ പുള്ളിക്കാറ്റി അതിൽ നിന്നൊരു പങ്ക് ഞങ്ങളുടെ അമ്മയുടെ കയ്യിൽ വെച്ച് കൊടുത്ത് പോയിട്ടുണ്ട്. അതൊക്കെ ഓർക്കുമ്പോൾ നമുക്കിപ്പോ എന്താ പറയാ, അത്രയും ഞങ്ങള് പ്രശ്നം അത്രയും ഞങ്ങള് സഹിച്ച് വളർന്നവരാന്ന് പറയാം. സഹിച്ച് ഞങ്ങളെ വളർത്തിയവര്. നമുക്കിപ്പോ അങ്ങനെ പറയാൻ പറ്റൂല. അവര് നമ്മളെ വളർത്തിയത് അത്രയും ത്യാഗങ്ങൾ സഹിച്ചിട്ടാണ്. ഞാൻ പറഞ്ഞില്ലേ, വിരലിൽ എണ്ണാവുന്ന കാരണന്മാരെ അച്ഛന്മാരെ മാത്രമാണ് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ അന്നുണ്ടായുള്ളൂ, നല്ല ഓർമ്മയോടുകൂടി നടക്കുന്നത്.
പക്ഷെ ലാസ്റ്റ് വരുമ്പോൾ നമുക്ക് അവരും പ്രിയപ്പെട്ടതാണ്. അവർ കാരണമുള്ള നമ്മളിങ്ങനെ ഇവിടെ നിൽക്കാനും ഒക്കെ ഉള്ളൊരു ഇത് വന്നത്. അതോർക്കുമ്പോൾ അതിനും നന്ദിയുണ്ട്. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും കൂടെ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് എൻ്റെ ഡിഷ് ഡെഡിക്കേറ്റ് ചെയ്യാണ്. പങ്കജാക്ഷി ചേച്ചിയുടെ ഡിഷാണ് ആദ്യം തന്നെ. പപ്പടം ചുട്ടെടുത്ത്, ഇപ്പോൾ കനലിലല്ല ഞാൻ ചുടണേ, ഗ്യാസിൽ ചുടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇത് പപ്പടം, ഞാനിവിടെ ഒരു 4 പപ്പടം ഇട്ട് എടുക്കണേ, അധികം ഒന്നും എടുക്കണില്ല. 4 പപ്പടം ഗ്യാസിൽ വെച്ച് ചുട്ടെടുക്കാണ്. അത് ചുട്ടെടുത്തതിന് ശേഷം അതിൻ്റെ പൊടിയൊക്കെ തട്ടിക്കളഞ്ഞ്, പക്ഷേ കനലിൽ ചുട്ടതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. അത് ആ ചാരത്തിലൊക്കെ ഇട്ട് നമ്മൾ ചുട്ടെടുത്ത് അതിൻ്റെ പൊടിയൊക്കെ തട്ടി ആ ഒരു ചാരത്തിൻ്റെയും കൂടെ തന്നെ ഒരു രസം ഉണ്ടല്ലോ, ആ രസം ഉണ്ടാവുമെന്നറിയില്ല. എന്നാലും നമുക്ക് നോക്കാം. എന്നിട്ട് അത് ചുട്ടെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു പിടി തേങ്ങയും കുറച്ച് പഞ്ചസാരയും കൂട്ടി കുഴച്ച് എടുക്കുന്നതാണ് ആ വിഭവം. അപ്പം നമ്മുടെ വിഭവം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടുത്തത് ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ എനിക്ക് വേണ്ടി എന്നോട് മെസ്സേജിൽ വന്ന് സംസാരിച്ച അവൾക്ക് വേണ്ടിയിട്ട്, അവർക്കും ഞങ്ങളെ പോലെയുള്ള പ്ലാന്റേഷനിൽ വളർന്ന എല്ലാവർക്കും വേണ്ടിയിട്ട്, ഞങ്ങളുടെ എല്ലാവരെയും പ്രിയപ്പെട്ടത് നാട്ടിലുള്ളവരും ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും അന്ന് കാലത്ത്. ഈ ലയത്തിൽ വളരണേൻ്റെ എന്ന് വെച്ചാൽ ഒരു ഭയങ്കര ഒരു എന്താ പറയുക അറ്റാച്ച്മെന്റ് കൂടുതലായിരിക്കും. നമ്മൾ നാടുകളിൽ ഇപ്പം ഞങ്ങൾ നാട്ടിലേക്ക് പുറത്തേക്ക് വന്ന് താമസിച്ചു തുടങ്ങിയപ്പോഴാണ് അത് ഇപ്പോഴും ആ ഒരു കെട്ടുപാടിയിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് നീങ്ങാൻ പറ്റാത്തതിൻ്റെ കാരണം ഈ അറ്റാച്ച്മെന്റ് തന്നെയാണ്. എന്ന് വെച്ചാൽ അത്രയും ഞങ്ങൾ അവിടെ വളർന്ന സാഹചര്യത്തിന്റെ അതിനത്രയും എന്താ പറയാ, ഇങ്ങനെ പറയണ്ടേന്ന് എനിക്ക് കിട്ടുന്നില്ല. അതെന്തോ ആട്ടെ. അപ്പൊ ആൾക്ക് വേണ്ടിയിട്ട് ഞാൻ അവള് പറഞ്ഞതനുസരിച്ചിട്ട് അരി വറുത്തും തേങ്ങയും പഞ്ചസാരയും ചേർത്തിട്ടുള്ള അടുത്ത ഡിഷും അവൾക്ക് വേണ്ടിയിട്ടും ഞങ്ങളെ പോലെയുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടും ഡെഡിക്കേറ്റ് ചെയ്യുന്നു. നിങ്ങളപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ, ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിലോ ഒക്കെ നിങ്ങൾ ചൂണ്ടിക്കാണിക്കണം. നിങ്ങൾ തന്ന സപ്പോർട്ടിന് എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറയണം.